നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ഇന്ന് ഏറ്റവും അധികം ഭയക്കുന്നത് ആരാണ്? അത് നരേന്ദ്രമോദിയാണോ? അല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി വടശ്ശേരി ദാമോദര മേനോൻ സതീശനാണ്. ഇപ്പോൾ ഈ നടക്കുന്ന ED വേട്ട പോലും എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഈ ED നടത്തുന്ന വേട്ട പോലും അത് സതീശന് വേണ്ടിയാണ് എന്ന് ഞാൻ പറയും. കാരണം നിയമസഭയിലേക്ക് പ്രതിപക്ഷ നേതാവിനെ എത്തിക്കാതിരിക്കുക, പ്രതിപക്ഷത്തു നിന്ന് പിണറായി എടുത്തു മാറ്റുക എന്നത് അത് VD സതീശന്റെ ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് VD സതീശനും VD സതീശന്റെ ചില ചിൽപ്പന്തികളുമായിട്ടുള്ള മാധ്യമങ്ങളും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പിണറായി വിജയനെതിരെ പല വ്യാജ വാർത്തകളും ഒക്കെ പ്രചരിപ്പിച്ചത്. സഖാക്കൾക്കും CPM-നും ഒക്കെ കടുത്ത അതൃപ്തിയാണ് പിണറായി വിജയൻ എന്ന് വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തിയത്. ഇതൊന്നും വിലപ്പോകില്ല എന്ന് കണ്ടപ്പോഴാണ് കേന്ദ്രത്തിൽ നിന്ന് VD സതീശന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒക്കെ ഉപയോഗിച്ച് ED ഇറക്കിയത്. കാരണം നമുക്കറിയാം, ആദ്യ സഭ അവസാനിച്ചിരിക്കുന്നു. ഇനി ഇതാ 29-ാം തീയതി വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ്. മധുവിധു എല്ലാം കഴിഞ്ഞു. ആദ്യത്തെ ആ സഭ പരിപാടികളിൽ ഈ പറയുന്ന സ്പീക്കറെ തെരഞ്ഞെടുക്കുക, അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നത്. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് അങ്ങനെയല്ല. രാഷ്ട്രീയം പറഞ്ഞും സർക്കാരിന്റെ പോരായ്മകൾ പറഞ്ഞും പ്രതിപക്ഷം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന കാഴ്ചയാകും ഇനി സഭയിൽ കാണാൻ പോവുക. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ തട്ട് അതെന്താവുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മുഖ്യമന്ത്രിയുടെ തട്ട് എങ്ങനെ കിടന്ന് ആടി നിലംപരിശാകും. പ്രതിപക്ഷ നേതാവിന്റെ തട്ടുതാ ഇങ്ങനെ ഉയർന്നു നിൽക്കും. അങ്ങനെ പ്രതിപക്ഷ നേതാവ് നായകനായും മുഖ്യമന്ത്രി പ്രതിനായകനായും മാറുമെന്ന് നന്നായി തന്നെ സതീശൻ അറിയാം. കാരണം സതീശൻ അത്തരത്തിൽ അടിമേടിച്ചു കൂട്ടാനുള്ള എല്ലാം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ദിരാ ഗ്യാരണ്ടി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഭയക്കുന്ന ഒന്ന്. പെൻഷൻ ഈ സമയമായിട്ടും കൊടുത്തിട്ടില്ല, അറിയാമോ കൂട്ടുകാരെ? അതുപോലെ തന്നെ നിരവധി സംഭവങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞിട്ടുള്ള ഒന്നും നടപ്പിലാക്കിയിട്ടില്ല സർക്കാർ. എന്ത് ചോദിച്ചാലും ഒരു ചിരിയാണ്. ഇനി മന്ത്രിസഭാ യോഗം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പൂക്കി ചിരി മാത്രമേ അവിടുന്ന് വരുന്നുള്ളൂ. പക്ഷേ പിണറായി വിജയന്റെ മുമ്പിൽ പോയി പൂക്കി ചിരി തിരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പൂക്കിയെ മലർത്തിയടിക്കും നമ്മുടെ പിണറായി വിജയൻ വാക്കുകൾ കൊണ്ട് സഭയിൽ നിന്ന് ആർക്കാണ് അറിയാത്തത്. ഫാക്ടുകൾ നിരത്തും പിണറായി വിജയൻ എന്നുള്ളതാണ്. ഇന്ദിരാ ഗ്യാരണ്ടി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് മിസ്റ്റർ VD സതീശൻ ഇത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. അതിനു മുമ്പിൽ ഈ മുഖ്യമന്ത്രിയുടെ പപ്പും പൂടയും ഒക്കെ തന്നെ മൂപ്പരായിട്ട് തന്നെ പറിച്ചെടുത്ത് ഇങ്ങനെ സാഷ്ടാംഗം അങ്ങ് വീണുള്ളൂ. എന്തായാലും അത് തന്നെയാണ് VD സതീശൻ ഭയക്കുന്നത്. VD സതീശൻ അറിയാം, ഒരക്ഷരം പോലും സഭയിൽ BJP-യുടെ MLA-മാർ തനിക്കെതിരെ സംസാരിക്കില്ല എന്ന്. പക്ഷേ പ്രതിപക്ഷ നേതാവ് നീറായി മാറുമെന്ന് നന്നായി സതീശൻ അറിയാം. ഈ ED അന്വേഷണം പോലും ഇപ്പൊ ചീറ്റിപ്പോയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലും വലിയ രീതിയിലുള്ള ചർച്ചകൾ അവിടെ നടക്കും. ഇപ്പൊ ഈ ED അന്വേഷണം പോലും പലതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള സതീശന്റെ തന്ത്രമാണെന്നേ. പെൻഷൻ കിട്ടിയിട്ടില്ല, ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത് എവിടെ ഞങ്ങളുടെ പെൻഷൻ എന്ന്. അതുപോലെ തന്നെ ഈ എല്ലാ വാഹനങ്ങളിലും KSRTC-യിലെ എല്ലാ വാഹനങ്ങളിലും സൗജന്യ യാത്ര എന്നാണല്ലോ VD സതീശൻ പറഞ്ഞത്. അങ്ങനെ KSRTC-യിലെ ബസ്സുകളിൽ യാത്ര ചെയ്യാൻ വേണ്ടി വനിതകൾ നിൽക്കുമ്പോൾ ഇപ്പൊ പറയുന്നു 15-ാം തീയതി മുതലാണെന്ന് പറയുന്നു. അതും മാനദണ്ഡങ്ങളുണ്ടെന്ന് പറയുന്നു. അപ്പോ നേരത്തെ മാനദണ്ഡം ഒന്നും പറഞ്ഞിരുന്നില്ലല്ലോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കണം. അതുപോലെ തന്നെ പാലിയത്തുകാവിൽ ജനിച്ച മണ്ണിൽ ഉറങ്ങുന്നതിന് വേണ്ടി സമരം ചെയ്ത പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഉന്നതിയിലെ ആളുകളെ UDF-ന്റെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു. ചെന്നിത്തലയുടെ പോലീസ് കയറി മേഞ്ഞിരിക്കുന്നു. അവരെ ഒരു മനുഷ്യരെന്ന പരിഗണന പോലും കൊടുക്കാതെ ആക്രമിച്ചിരിക്കുന്നു. അപ്പൊ ആ അത്തരത്തിലുള്ള ശബ്ദങ്ങൾ ജനങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങൾ എന്താണ് കാണിക്കുന്നത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ സകലത്തിനും വില കൂടിയിരിക്കുന്നു. പാലിന് വില വർദ്ധിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാത്തിനും വില വർദ്ധിച്ചിരിക്കുന്നു. പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കുമ്പോഴും നികുതി കുറയ്ക്കാതെ ഈ സർക്കാർ ജനങ്ങളുടെ മേൽ വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രഹരമേൽപ്പിച്ചുകൊണ്ട് അവരെ വിലകയറ്റത്തിന്റെ അങ്ങേയറ്റത്തിലേക്ക് തള്ളിവിടുകയാണ്. ഇതൊക്കെ വലിയ തന്നെ ഉയർന്നു കേൾക്കുകയാണ്. ഈ സർക്കാരിന് അധികാരത്തിൽ കയറ്റിയത് വലിയ തൊല്ലയായി പോയപ്പാ എന്ന് പോലും ജനങ്ങൾ പറയുന്ന കാഴ്ച കേൾക്കുകയാണ്. ജനങ്ങൾ പിണറായി വിജയന്റെ ഭരണമായിരുന്നു നല്ലതെന്നും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും ഈ നാടിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നതെന്നും സംഘപരിവാറിനെതിരെയൊക്കെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ എന്നും ഒക്കെ സംസാരിക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ പിണറായി വിജയന് വലിയ പിന്തുണയാണെന്ന് VD സതീശൻ മനസ്സിലാക്കിയിരിക്കുന്നു. പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഒരു കനൽ അതൊരു തീപ്പന്തമാണെന്ന് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു. മാത്രവുമല്ല, തങ്ങൾക്ക് കിട്ടിയ ഈ 102 സീറ്റ് ചക്ക വീണപ്പോ മുയലി ചത്ത് കിട്ടിയതാണെന്നുള്ള കാര്യം ഇപ്പോൾ സതീശന് മനസ്സിലായിട്ടുണ്ട്. അല്ലാതെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ കാണിച്ച പെർഫോമൻസിന് കിട്ടിയ ഒരു മാർക്കല്ല എന്ന് മനസ്സിലായിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആകെ പൊട്ടിരിക്കുന്ന സമയത്ത് ഇപ്പോ ഉള്ള അധികാരങ്ങളൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട്, ഇപ്പോഴുള്ള തങ്ങളുടെ കയ്യിലുള്ള എല്ലാ സംഭവങ്ങളും ഒക്കെ കയ്യിൽ വെച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുകയാണ്
VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി എന്നുള്ളതാണ്. RSSനെയും സംഘപരിവാറിനെയും BJPയും ഒക്കെ സുഖിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണെന്ന് കേരളത്തിലുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. നരേന്ദ്രമോദിക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ഒരു അക്ഷരം മിണ്ടാത്തൊരു മുഖ്യമന്ത്രിയാണെന്ന് കേരളത്തിലുള്ളതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു മുഖ്യമന്ത്രി, അതിനെതിരെയൊക്കെ സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അല്ലെ? ആ മുഖ്യമന്ത്രി ഇന്ന് പ്രതിപക്ഷത്താണ്, പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായമിട്ടാണ് നിൽക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായമിട്ട് നിൽക്കുമ്പോഴും കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കാൻ തനിക്കൊരു മടിയുമില്ല എന്ന് പെട്രോൾ ഡീസൽ വില വർധനവിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ പ്രതികരണം കാണിച്ചു തരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും ഇങ്ങനെ പിടിച്ച പിടിയിൽ നിന്ന് എന്തായാലും പിണറായി വിജയൻ വിട്ട് VD സതീശനെ പോലെ കുമ്പിടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് നിലപാട്. അതായിരുന്നു പിണറായി വിജയന്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത്. അപ്പൊ പിണറായി വിജയൻ 29-ാം തീയതി സഭയിലേക്ക് വരും. പല വിഷയങ്ങളും ചർച്ചയ്ക്കെടുക്കും. അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ പെൻഷൻ വിഷയവും അതുപോലെ തന്നെ പാലിത്തുകാവൽ വിഷയവും അതുപോലെ തന്നെ വിലകയറ്റവും അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ ആകും. മാത്രവുമല്ല, ഇപ്പൊ ഒരു വലിയ പണിയൊക്കെ VD സതീശന് കിട്ടിയിരിക്കുകയാണ്. എന്താണ്? തലസ്ഥാനത്ത് ഈ SFI പിള്ളേരെയൊക്കെ വലിയ രീതിയിലുള്ള ആക്രമിച്ച സംഭവമൊക്കെ നമ്മൾ കണ്ടല്ലോ. ഈ UDFന്റെ പോലീസ്, അതും വലിയ തലവേദനയായിരിക്കുകയാണ്. അതായത് സമരം ചെയ്ത ആളുകൾക്ക് നേരെ, കുട്ടികൾക്ക് നേരെയാണ് ചെന്നിത്തലയുടെ പോലീസ് നരനായാട്ട് നടത്തിയത്. അതായത് അവിടെ യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് ലഭിച്ച വിജയം ആഘോഷിക്കുന്നതിനിടയിൽ KSU പിള്ളേര് കല്ല് വെച്ചെറിയുന്നു, അവിടെ സംഘർഷം ഉണ്ടാക്കുന്നു. ശേഷം പോലീസ് കേസെടുക്കുന്നത് ആർക്കെതിരെയാണ്? SFIക്കെതിരെ. അപ്പോ ഇതേ സതീശനല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് സമരം ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയുന്നത്? ഇതൊക്കെ വീട്ടില് മാതാപിതാക്കളുള്ള ആളുകൾക്ക് കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇതേ സതീശനല്ലേ? ഈ ചോദ്യങ്ങളൊക്കെ തിരിഞ്ഞു വരും സതീശൻ. അത് സതീശൻ നന്നായിട്ട് അറിയാവുന്നേ. അപ്പൊ സതീശൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? പിണറായി വിജയനെ ഈ ED അറസ്റ്റ് ചെയ്ത് അകത്ത് കൊണ്ടുവന്നിടുകയാണെങ്കിൽ പാതി രക്ഷപ്പെട്ടു. ഏറ്റവും വലിയ ഒരു തനിക്ക് ശല്യമാകാൻ പോകുന്ന ഒന്നിനെ ഇല്ലാതാക്കി എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ പിണറായി വിജയനെ പൂട്ടാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് പറ്റില്ല. എന്തുകൊണ്ടാണ്? സകലമാന അന്വേഷണവും നടത്തി ക്ലീൻ ചീറ്റ് കിട്ടിയ വ്യക്തിയാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ ഈ കേസിൽ പ്രതിയല്ല. അതൊക്കെ നന്നായി തന്നെ സതീശനും സംഘത്തിനും അറിയാം. ഒരുപാട് വേട്ടയാടാൻ വേണ്ടി ശ്രമം നടത്തിയില്ലേ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും? എന്നിട്ടും കൊതി തീരുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. കൊതിയൊക്കെ മാറ്റിത്തരാൻ സതീശ പിണറായി വിജയൻ സഭയിലേക്ക് വരും. സഭയിലേക്ക് സഖാവ് പിണറായി വിജയൻ എത്തിക്കാതിരിക്കാൻ ഏതൊക്കെ രീതിയിലുള്ള തന്ത്രം കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികൾ വെച്ച് നടത്തിയാലും മൂപ്പര് ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരൂ എന്ന് പറയുന്ന പോലെ അവിടെ വന്നൊരു കലക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ലൈഫ് മിഷൻ പദ്ധതി നിർത്തലാക്കിയിരിക്കുകയാണ്. പാവപ്പെട്ടവർക്ക് വീട് ലഭിക്കുന്ന ഒരു പദ്ധതിയാണെന്നേ. ഭവനരഹിതരുണ്ടോ എന്നായിരുന്നു പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ചോദിച്ചത്. അങ്ങനെ ഭവനമില്ലാത്ത 5.5 ലക്ഷം ആളുകൾക്ക് വീട് ഒരുക്കി കൊടുത്തൊരു പദ്ധതിയാണ്. അതില്ലാതാക്കിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാ സകലതും മുടക്കി ഒരു ഇരുണ്ട കാലത്തിലേക്ക് ഒരു സർക്കാർ ഈ സംസ്ഥാനത്തെ കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം ശബ്ദമുയർത്തും. അത് സതീശനറിയാം. പവർ കെട്ട്, ആ കെട്ട്, ഈ കെട്ട്, അങ്ങനെയൊക്കെ തുടങ്ങി മൊത്തത്തിൽ ജനങ്ങൾ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടിലേക്ക് പോയിരിക്കുന്നു. ഒരു 10-15 ദിവസം കൊണ്ട് നമ്മുടെ UDF സർക്കാർ മട്ടിപ്പിച്ച് ജനങ്ങൾ ഒരു പരുവത്തിലാക്കിയിരിക്കുന്നു. ആദ്യം മുഖ്യമന്ത്രി ആകുന്നതിന് വേണ്ടിയുള്ള അടിയായിരുന്നു, ശേഷം മന്ത്രി ആകുന്നതിന് വേണ്ടിയുള്ള അടിയായി. ഇപ്പൊ അധികാരം കൈക്കിട്ടിയ ശേഷം ഇത് ഈ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പകപോക്കലുകൾ നടത്തുകയാണ്. നമ്മുടെ നികുതിപ്പണം ഉപയോഗിച്ചാണെന്ന് ആലോചിക്കണം. നമുക്ക് വേണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നിയോഗിച്ച ഇവരൊക്കെ അവിടെ ഇരുന്നിട്ട് അവരുടെ തന്നിഷ്ടത്തിന് വേണ്ടി പല പണികളും ചെയ്യുന്നു. പല രീതിയിലുള്ള അതിക്രമങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നു. അവർക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ശബ്ദങ്ങളെ പോലീസിൽ വെച്ച് അടിച്ചമർത്തുന്നു. ഇത് തീർത്തും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളതാണ് പ്രധാനമായും പറയാനുള്ളത്. സഭയിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ഭയന്ന് ഈ 5 വർഷവും മൂപ്പര് വെള്ളം കുടിച്ച് ഒരു പരുവമാവും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സതീശന് ഓർത്തു ഈ കസേരയിലെ, ഈ മുഖ്യമന്ത്രി കസേരയിൽ ഇങ്ങനെയൊക്കെ ഇരിക്കാൻ നല്ല സുഖമാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് അത് അത്ര എളുപ്പമല്ല എന്ന്. തനിക്കെതിരെ ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറഞ്ഞു പോയൊരു മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സതീശന് അത് കഴിയുന്നുണ്ടോ? ഇല്ല. പൂക്കി ചെറിയൊക്കെ ആയിട്ട് എത്ര നാള് ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ച് മുന്നോട്ട് പോകാൻ കഴിയും? മാധ്യമങ്ങൾ എത്ര നാള് പൂക്കിക്കഥ പറഞ്ഞുകൊണ്ട് നടക്കും? എന്തായാലും പൂക്കിക്കഥകൾക്ക് വിട. ഇനി നമുക്ക് രാഷ്ട്രീയം സംസാരിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.